18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഏകദേശം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ഫലം എന്ന് വേണമെങ്കിൽ പറയാം. തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന സൂചനകളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകളുമൊക്കെ വ്യക്തമായൊരു മുൻതൂക്കം എൻ ഡി എക്ക് നൽകിയിരുന്നുവെങ്കിലും അതല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നത് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. തുടക്കത്തിൽ 400 സീറ്റ് എന്ന മുദ്രാവാക്യവുമായി മോദിയുടെ ഗ്യാരണ്ടിയിൽ 400 സീറ്റ് എന്ന വലിയ വാദവുമായി മുന്നോട്ട് വന്ന എൻ ഡി എക്ക് പാളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരു നേതാവെന്നുള്ള രീതിയിൽ ഏവരും ഒരു പരിധിവരെ എഴുതി തള്ളിയിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണി ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഒരു അപ്രതീക്ഷിത മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. അവർ സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നമ്പർ കൈവശമില്ലെങ്കിൽ കൂടിയും ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന വലിയ ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്തു പകരുന്നതാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു വേരോട്ടമുണ്ട് എന്ന് കാണിക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. ഹിന്ദി ഹൃദയഭൂമിയിലെ വോട്ട് കൊണ്ട് മാത്രം ഹിന്ദുത്വ ആശയത്തിൻ്റെയും അതുപോലെ തന്നെ മോദിയുടെ പ്രഭാവത്തിലും ജയിച്ചു കയറാം എന്ന് കരുതിയിരുന്ന എൻ ഡി എ മുന്നണിക്ക് ഹൃദയത്തിൽ യു പിയിൽ കാലിടറിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയൊരു സന്ദേശമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അതുപോലെ തന്നെ ഹിന്ദുത്വ ആശയത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ഷേത്രവുമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു ഘട്ടത്തിൽ അതുൾപ്പെടുന്ന യു പിയിൽ എൻ ഡി എ കുറേയെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ജനാധിപത്യത്തിലും ജനവിധിയിലും പ്രധാന ഘടകങ്ങളാണ് എന്നത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ പ്രഭാവമോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന സ്വത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും സാംസ്കാരിക കൾച്ചറൽ പൈതൃകങ്ങളോ അല്ല ജനാധിപത്യത്തിലെ അന്തിമ വാക്ക് എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഊന്നിപ്പറയുന്നു. മോദിയുടെ പ്രഭാവം വടക്കേ ഇന്ത്യയിൽ കെട്ടടങ്ങി, എന്നാൽ തെക്കേ ഇന്ത്യയിൽ കുറേയൊക്കെ സ്വാധീനം ഉണ്ടാക്കി വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗുജറാത്തിലും അതുപോലെ മറ്റു ചില വടക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം ബി ജെ പിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞതുപോലെ തെക്കേ ഇന്ത്യ അങ്ങനെ തീർത്തും അടപടലം ബി ജെ പിക്ക് വഴങ്ങുന്ന ഒരു മണ്ണല്ല. അതിൻ്റെ അകത്ത് പാളിച്ചകളുണ്ടാകാം. മോദിയുടെ പ്രഭാവത്തിന് മങ്ങലേറ്റിട്ടുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പ് തീർച്ചയായും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയും. എന്നാൽ തെക്കേ ഇന്ത്യയിൽ മറ്റൊരു ചിത്രത്തിന് വേറൊരു വാദഗതിക്ക് വളരെ പ്രസക്തിയുണ്ട്. ഇപ്പോൾ കർണാടകയിൽ, തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ, ഒറീസയിൽ ആ ഒരു ബെൽറ്റ് നമ്മളൊരു ജോഗ്രഫിക്കലി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള, കർണാടകയിൽ പണ്ട് മുതലേ സ്വാധീനമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഘടകകക്ഷികളുമായി ചേർന്നുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മുന്നേറ്റമാണ് ഒരു പരിധിവരെയെങ്കിലും എൻ ഡി എ മുന്നണിയെ അധികാരത്തിൻ്റെ അടുത്ത് എത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പം ബി ജെ പിയുടെ സ്വാധീനം നോർത്ത് ഇന്ത്യയിൽ അല്പം കണ്ട് കുറയുകയും അതേസമയം നമ്മൾ ഈ പറഞ്ഞ ബെൽറ്റിൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടുന്നു എന്നത് പറയുന്നത് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മഹാഭൂരിപക്ഷവും അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പം ഈ മേഖലകളിലും ബി ജെ പിക്ക് ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിനൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആസാമിൽ, വെസ്റ്റ് ബംഗാളിലൊക്കെ ബി ജെ പി നേരിട്ട തിരിച്ചടി, മഹാരാഷ്ട്രയിൽ നേരിട്ട തിരിച്ചടി, എല്ലാ സീറ്റുകളും വിജയിക്കുമെന്ന് പറഞ്ഞ രാജസ്ഥാനിലും അതുപോലെ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, പഞ്ചാബിൽ, ഹരിയാനയിൽ കർഷകരെ പരിഗണിക്കാതിരുന്നതിൻ്റെ ഒരു
പ്രശ്നം BJP നേരിടുന്നുണ്ട്. അങ്ങനെ വളരെ സമ്മിശ്രമായ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രദേശങ്ങളുടെയും പ്രത്യേകമായ പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. മോദിയുടെ ഒരു ചെറിയ പ്രഭാവം ഉണ്ടെങ്കിലും അതിന് മങ്ങലേറ്റിട്ടുണ്ട്. പക്ഷേ മോദി പ്രഭാവം കൊണ്ടോ ഹിന്ദുത്വ ഐഡിയോളജികൾ കൊണ്ട് മാത്രമോ എല്ലാ കാലത്തും ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇന്ത്യയെ ഭരിക്കുവാൻ കഴിയില്ല എന്നൊരു വലിയ സൂചന ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. അത് വലിയ ആശാവഹമായ ഒന്നാണ്. രണ്ടായിരുന്നാലും വളരെ ശക്തമായൊരു പ്രതിപക്ഷത്തിനൊരു സാന്നിധ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ആദ്യകാലം മുതലേ എല്ലാ സംസ്ഥാനങ്ങളിലും വേണ്ടത്ര നീക്കുപോക്കുകൾ ഉണ്ടാക്കി അതിശക്തമായിട്ടൊരു മുന്നണിയായി അവതരിച്ചിരുന്നു എങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ബീഹാറിലെ കാര്യമാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും ഒക്കെ ആ മുന്നണിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഭരിക്കുവാൻ കഴിയുള്ളൂ. ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ഭൂരിപക്ഷം ഉള്ള ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം 303 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വളരെ കുറവായിരിക്കും, കുറേ നല്ല നമ്പർ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നൽകുന്ന ഒരു സന്ദേശം, ഒന്ന്, ശക്തമായൊരു പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ അതൊരു വലിയ ആവശ്യമാണ്. അതേസമയം മറ്റൊരു സന്ദേശം കൂടി ഇത് നൽകുന്നുണ്ട്. BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തീർത്തും ഇല്ലാതായി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. ചില തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അത് വോട്ടിംഗ് ശതമാനത്തിലെ വലിയ കുറവായി കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. വോട്ടിംഗ് ശതമാനത്തിൻ്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ BJPക്ക് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് കിട്ടിയതായി നമുക്ക് കാണുവാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. കാരണം അതെല്ലാം സീറ്റുകളായി കൺവേർട്ട് ചെയ്തിട്ടില്ല. കാരണം സൗത്ത് ഇന്ത്യയിൽ ഇപ്പം തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ സീറ്റുകൾ കുറവാണെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ മാറ്റമുണ്ടാകാം. മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകാം. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയൊരു മാറ്റം വരാറില്ല. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം നൽകുന്നൊരു സന്ദേശമുണ്ട്. അവിടെ BJP കളിക്കാവുന്ന എല്ലാ രാഷ്ട്രീയവും കളിച്ചിട്ടുണ്ടായ രാഷ്ട്രീയത്തിൽ BJPക്ക് കാലിടറുന്നതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ പ്രാവശ്യത്തിൽ വ്യത്യസ്തമായിട്ട് സീറ്റുകൾ കുറയുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി കാണാവുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം അത്ര ദുർബലമല്ല. ഏതെങ്കിലും ഒരു സാംസ്കാരിക ആശയത്തിനോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വ്യക്തിപ്രഭാവത്തിനോ ഇന്ത്യയുടെ വൈവിധ്യം അത് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യം കീഴടങ്ങില്ല എന്നൊരു വലിയ സന്ദേശമാണ് ഇത് നൽകുന്നത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി ശോഭനമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സന്ദേശവും അതാണ്.